ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഉയർന്ന താരമൂല്യമുള്ള നായികയായിരുന്നു ഭാനുപ്രിയ. ചിരഞ്ജീവി, ബാലകൃഷ്ണ, വെങ്കടേഷ് തുടങ്ങി തെലുഗുവിലെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭാനുപ്രിയ. അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല, മികച്ച നർത്തകിയായും തിളങ്ങിയ വ്യക്തിയാണ് ഭാനുപ്രിയ. തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതെങ്കിലും മലയാളത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ഭാനുപ്രിയ ചെയ്തു. 30 വർഷത്തോളം സിനിമാ മേഖലയിൽ തിളങ്ങിയ നടിയാണെങ്കിലും ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല താരം. തമിഴ് ചിത്രം അയലാൻ ആണ് താരം അവസാനം അഭിനയിച്ച ചിത്രം. തമിഴിലൂടെ തന്നെയാണ് ഭാനുപ്രിയ അഭിനയ ലോകത്തേക്ക് ചുവടുവെച്ചതും. ദളപതിയിൽ മമ്മൂട്ടിക്കൊപ്പവും ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട്. ഐശ്വര്യ രജനികാന്ത് സംവിധാനം ചെയ്ത 3യിലും ഭാനുപ്രിയ അഭിനയിച്ചിരുന്നു. മഹാനടി, ചില നേരങ്ങളിൽ ചില മനിതർ തുടങ്ങിയ നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നടി മലയാളത്തിലും അഭിനയിക്കാനെത്തുന്നത്. മോഹൻലാൽ നായകനായി എത്തിയ രാജശില്പിയാണ് ഭാനുപ്രിയയുടെ ആദ്യത്തെ മലയാള ചിത്രം. തുടർന്ന് ഹൈവേ, അഴകിയ രാവണൻ, കുലം, ഋഷിശൃംഗൻ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, മഞ്ഞുപോലൊരു പെൺകുട്ടി, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, രാത്രിമഴ തുടങ്ങിയ ചിത്രങ്ങളിലും മലയാളത്തിൽ അഭിനയിച്ചു. തെലുങ്കിൽ ആദ്യമായി ചെയ്ത ചിത്രമായിരുന്നു സിതാര. ചിത്രത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. സിതാര സംവിധാനം ചെയ്തത് സംവിധായകൻ വംശിയായിരുന്നു. തൻ്റെ അടുത്ത ചിത്രത്തിലും വംശി ഭാനുപ്രിയയെ തന്നെ നായികയാക്കി അന്വേഷണ എന്ന ചിത്രം സംവിധാനം ചെയ്തു. തുടർന്ന് ആലാപന, പ്രേമിച്ചു പെല്ലടു തുടങ്ങി അടുപ്പിച്ചു വന്ന ചിത്രങ്ങളിലെല്ലാം ഭാനുപ്രിയ നായികയായി. ഇതിനു പിന്നാലെ വംശിക്ക് ഭാനുപ്രിയയുടെ അടുപ്പം തോന്നി തുടങ്ങിയിരുന്നു. വിവാഹിതനും അതിൽ കുട്ടികളും ഉണ്ടായിരുന്നിട്ടും വംശി ഭാനുപ്രിയയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി. അത് നടന്നില്ലെന്നും അതിനെ അമ്മ കാരണമായെന്നും പറയുകയാണ് ഭാനുപ്രിയ. അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഭാനുപ്രിയ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. വംശിക്കൊപ്പം സിനിമകൾ ചെയ്യുന്ന കാലത്താണ് ഇരുവരുടെയും പ്രണയം ആരംഭിക്കുന്നത്. വലിയ പ്രണയമായി മാറുകയും അത് ഇൻഡസ്ട്രിയിൽ വലിയ ചർച്ചാവിഷയമാവുകയും വരെ ചെയ്തു. തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഭാനുപ്രിയ വീട്ടിൽ സംസാരിച്ചു. എന്നാൽ മാതാപിതാക്കൾ അതിനെ നിശിതമായി എതിർത്തു, പ്രത്യേകിച്ചും വിവാഹിതനായ ഒരാളെ. അമ്മയുടെ എതിർപ്പ് തന്നെയായിരുന്നു അതിന് പ്രധാന കാരണമെന്ന് നടി പറയുന്നു. വിവാഹിതനും അച്ഛനുമായ ഒരാളെ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ അമ്മ എതിർത്തത് തനിക്ക് സഹിക്കാനായില്ല. അതിനാൽ വിവാഹമേ കഴിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി. പക്ഷേ അമ്മ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു ചെയ്തിരുന്നതെന്ന് നടി അഭിമുഖത്തിൽ പറഞ്ഞു. അമ്മ കാരണം വിവാഹം എന്ന ചിന്ത ഉപേക്ഷിച്ചു. അതോടെ വംശിയുമായുള്ള 2ാം വിവാഹ ആലോചനകളും അവസാനിച്ചുവെന്നും നടി പറയുന്നു. വീണ്ടും സിനിമയിൽ സജീവമായ നടി പിന്നെയും ധാരാളം സിനിമകൾ ചെയ്തു. തുടർന്ന് 1998 ഡിജിറ്റൽ ഗ്രാഫിക് എഞ്ചിനീയറായ ആദർശ് കൗശലിനെ വിവാഹം കഴിക്കുകയായിരുന്നു നടി. കാലിഫോർണിയയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം. വിവാഹത്തിൽ ഇവർക്ക് ഒരു മകളുമുണ്ട്. 2018 ആദർശ് ഹൃദയാഘാതം മൂലം മരിച്ചു. ഇപ്പോൾ മകൾക്കൊപ്പം ചെന്നൈയിലാണ് ഭാനുപ്രിയ താമസിക്കുന്നത്.